ഹലോ, നയൻസ് ടോക്കിലേക്ക് സ്വാഗതം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അലീന അവിടെ നിന്നും ഇറങ്ങിപ്പോകുകയോ അവിടെ നിന്നും ഇറക്കി വിടുകയോ തന്നെ വേണമെന്നാണ് രാജീവൻ്റെയും ശിവൻ്റെയും തീരുമാനം. അങ്ങനെ അലീന പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാലചന്ദ്രൻ അവിടെ നിന്നും ഇറക്കി വിടണം, അല്ലെങ്കിൽ നമ്മളായി തന്നെ അലീനയെ പിടിച്ച് പുറത്താക്കണം. നമ്മളായി പുറത്താക്കിയാലും ബാലചന്ദ്രൻ തിരിച്ച് കയറ്റി കൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി അടുത്ത തീരുമാനം എന്ന് ആലോചിച്ചപ്പോഴാണ് കൂടപ്പിറപ്പല്ലെങ്കിലും കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് രേവതിക്കുട്ടി തനിക്കെന്ന് അവർക്കറിയാം. അപ്പോൾ രാജീവൻ ശിവനോടായി പറയുന്നുണ്ട്, ഏട്ടാ ശിവേട്ടാ, നമ്മുടെ അമ്മയുടെ ഫോണിലുണ്ടാകും ആ രേവതിക്കുട്ടി എന്ന് പറയുന്ന പെണ്ണിൻ്റെ നമ്പർ. നമുക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിക്കാം, അതിൽ നിന്ന് നമ്പർ എടുക്കാമല്ലോ. അവർ രണ്ടാളും അമ്മയെ കാണാനായി മുറിയിൽ ചെല്ലുന്നുണ്ട്. അമ്മനോടായി പറയുന്നുണ്ട്, അമ്മേ, അലീനയുടെ ആയ അനിയത്തിയില്ലേ രേവതിക്കുട്ടി, അവളുടെ നമ്പർ ഒന്ന് വേണമായിരുന്നു. അപ്പോൾ തന്നെ അമ്മ, ആ മോനെ, എൻ്റെ കയ്യിലുണ്ടടാ, അവർ രണ്ടാളും ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എൻ്റെ ഫോണിൽ നിന്നാണ് രേവതിക്കുട്ടിയെ അലീന വിളിക്കാറ്. ഇതാ ഫോൺ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ രാജീവനോടായി പറയുന്നുണ്ട്, വേണ്ട രാജീവേ, നമുക്ക് അമ്മയുടെ ഫോണിൽ നിന്ന് തന്നെ അവളെ വിളിക്കാം. വേറെ നമ്പർ എങ്ങാനും കണ്ടാൽ ഇനി അവൾ ഫോൺ എടുത്തില്ലെങ്കിലോ? ഈ നമ്പർ ആവുമ്പോൾ അവൾക്ക് പരിചയമുള്ളതല്ലേ. അങ്ങനെ അവർ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ് അമ്മയുടെ ഫോണിൽ നിന്ന്. രേവതിക്കുട്ടി കോള് കണ്ടപാടെ സന്തോഷത്തോടു കൂടി കോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിലും അവൾക്കൊരു സംശയം തോന്നി. ഓ, ഇത് മുത്തശ്ശിയുടെ നമ്പറാണല്ലോ. അപ്പം മുത്തശ്ശി തിരിച്ചു വന്നോ? ആ വൈജപ്പിശാച് മുത്തശ്ശിയെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നോ എന്നൊരു സംശയത്തോടു കൂടിയാണ് രേവതിക്കുട്ടി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. രേവതിക്കുട്ടി കോള് അറ്റൻഡ് ചെയ്ത പാടെ തന്നെ, ആ ചേച്ചി പറയി എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അപ്പുറത്ത് നിന്നും ഹലോ രേവതിക്കുട്ടിയല്ലേ എന്ന ഗൗരവത്തോടു കൂടിയുള്ള ഒരു പുരുഷ ശബ്ദം കേട്ട് രേവതിക്കുട്ടി ഒന്ന് ഞെട്ടി. എങ്കിലും ആ ഞെട്ടലോ പതർച്ചയോ പുറത്ത് കാണിക്കാതെ തന്നെ രേവതിക്കുട്ടി, ഹലോ, ആരാ സംസാരിക്കുന്നത്? അപ്പോൾ അവിടെ നിന്നും രാജീവൻ, ഹലോ രേവതിയല്ലേ? അതേലോ, ആരാ സംസാരിക്കുന്നത്? ഇത് മുത്തശ്ശിയുടെ നമ്പറല്ലേ? മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? നിന്നോടാരാണ് എൻ്റെ അമ്മയെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കാൻ? എവിടെയോ ജനിച്ച് തന്തയും തള്ളയും ആരാണെന്നറിയാത്ത നീയൊക്കെ എൻ്റെ അമ്മയെ മുത്തശ്ശി എന്ന് വിളിക്കാൻ മാത്രമായോ? രാജീവൻ്റെ ഒട്ടും തന്നെ ഒരു മനസ്സലിവില്ലാത്ത സംസാരം കേട്ട് രേവതിക്കുട്ടി ഒന്ന് പതറി. രേവതിക്കുട്ടി മറിച്ച് എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് തന്നെ രാജീവൻ വീണ്ടും അതേ ഗൗരവത്തിൽ തന്നെ തുടർന്നു. ഞാനേ നിന്നെ വിളിച്ചത് സുഖവിവരം അന്വേഷിക്കാനോ ഇവിടുത്തെ സുഖവിവരം നിന്നെ അറിയിക്കാനോ അല്ല. നിന്റെ ഇവിടുത്തെ ചേച്ചിയുണ്ടല്ലോ, നീ ചേച്ചി എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നവൾ, അവളെ ഉടനെ തന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകണം, കുടുംബം കലക്കാനായിട്ട്. രേവതിക്കുട്ടിക്ക് സങ്കടം സഹിക്കാൻ വയ്യെങ്കിലും രേവതിക്കുട്ടി ഒട്ടും വിട്ടുകൊടുത്തില്ല. അതേ ഗൗരവത്തിൽ തന്നെ അവൾ തിരിച്ചു മറുപടിയും കൊടുത്തു. നിങ്ങളാരാണ് എൻ്റെ ചേച്ചിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറയാൻ? നിങ്ങളല്ലേ മുമ്പ് എൻ്റെ ചേച്ചിയെ വന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടത്? എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അതേ സ്പീഡിൽ തന്നെ ചേച്ചി അവിടെ വന്ന് കയറിയില്ലേ? അതാണ്, നിങ്ങൾക്ക് അതിനുള്ള പവറൊന്നുമില്ലാന്ന് അതിലെങ്കിലും മനസ്സിലാക്കിക്കൂടെ? അതെ, എൻ്റെ ചേച്ചി വെറുതെ ഒന്നും വലിഞ്ഞു കയറി വന്നതല്ല. നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, അവിടുത്തെ മുത്തച്ഛൻ, അദ്ദേഹമാണ് എൻ്റെ ചേച്ചിയെ ബ്രിജിത മമ്മിയുടെ കയ്യിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. രേവതിക്കുട്ടിയുടെ രൂക്ഷമായ സംസാരം രാജീവിന് തീരെ പിടിച്ചില്ല. രാജീവൻ രേവതിക്കുട്ടിയോടായി വളരെ രൂക്ഷമായി തന്നെ മറുപടി പറഞ്ഞു. ഓഹോ, നീ ആൾ മോശമില്ലല്ലോടി. ഓ, അതെങ്ങനെയാ അതിന്? പിഴച്ച സന്തതികൾക്കുണ്ടായതല്ലേ പിഴച്ച സന്തതികൾ. അപ്പോൾ പിന്നെ ഇതിനപ്പുറവും സംസാരിക്കും. നിങ്ങൾ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സംസ്കാരമുള്ളൊന്നേ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരോ പിഴച്ചു പ്രസവിച്ചു എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്തേ, നിങ്ങളുടെ വീട്ടിലുണ്ടോ ആരെങ്കിലും അങ്ങനെ പിഴച്ച് പ്രസവിച്ചവർ? അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ വലിയ വീട്ടിലെ കൊച്ചമ്മമാരല്ലേ പിഴച്ച് പ്രസവിച്ചിട്ട് നാട്ടിലെ വിലയും നിലയും കളയാതിരിക്കാൻ കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഇവിടെ ആക്കുന്നത്. രേവതിക്കുട്ടിയുടെ ആ സംസാരം കേട്ട് രാജീവൻ ഒന്ന് ഞെട്ടി. രാജീവൻ ശിവൻ്റെ മുഖത്ത് നോക്കി. ശിവൻ, എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലാത്ത രീതിയിൽ ശിവൻ കണ്ണടച്ച് കാണിച്ചു. ശിവൻ ഒന്നും കേൾക്കാത്ത പോലെ നിന്നു. രാജീവൻ വീണ്ടും തുടർന്നു. നീ എന്താടി ഈ പറയുന്നത്? നീ എന്തൊക്കെയാടി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
രേവതിക്കുട്ടി വീണ്ടും തുടർന്നു. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ചേച്ചിനെ അങ്ങനെ ആരും ഇല്ലാത്തോളൊന്നുമല്ല. നിങ്ങളുടെ ഈ കുഞ്ഞിരാമൻ അച്ഛനില്ലേ, അദ്ദേഹം എൻ്റെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോയതേ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൾ വൈജയന്തി പ്രസവിച്ച ഒരു ആദ്യത്തെ കുട്ടിയായതുകൊണ്ട്. നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിക്കോളൂ. ബാലചന്ദ്രൻ അങ്കിളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അലീന ചേച്ചി അവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്നുമല്ല. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നതേ നല്ലതായിരിക്കും. രേവതിക്കുട്ടിയുടെ വായിൽ നിന്നും ഇത്രയും കൂടി കേട്ടപ്പോൾ രാജീവൻ ആകെ വിയർത്തു. രാജീവൻ വേഗം കോള് കട്ട് ചെയ്തു. രാജീവൻ്റെ വിയർപ്പും അങ്കലാപ്പും കണ്ട് ശിവനും കമലയും പെട്ടെന്ന് ചോദിച്ചു, എന്താ രാജീവേ, എന്താ നിനക്ക് പറ്റിയേ? എന്താ അവള് പറഞ്ഞിരുന്നത്? എല്ലാം കൈവിട്ട് പോവാണല്ലോ ഏട്ടാ. ഇനി നമ്മളെന്നല്ല ആര് വിചാരിച്ചാലും അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല. നമ്മളൊക്കെ വിചാരിച്ചതിനും അപ്പുറത്താണ് കാര്യങ്ങളുടെ കിടപ്പ്. ശിവൻ ഒന്നും മനസ്സിലാവാതെ കമലയെയും രാജീവനെയും മാറി മാറി നോക്കി. രാജീവൻ വീണ്ടും തുടർന്നു. ഒന്നും അറിയാഞ്ഞിട്ടാണ് നമ്മൾ ഈ കളി മുഴുവൻ കളിച്ചത്. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് ബാലചന്ദ്രൻ കളിക്കുന്നത്. ഏട്ടാ, നമ്മളിവിടെ തോറ്റുപോയി. കാരണം ഒരിക്കലും അലീനയെ ഇനി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നമുക്ക് കഴിയില്ല. അവൾ നമ്മുടെ പെങ്ങൾ. അതെ, നമ്മുടെ പെങ്ങൾ പ്രസവിച്ചുപേക്ഷിച്ച ആ കുഞ്ഞാണവൾ, അലീന. ഏട്ടാ, അന്ന് വൈജയന്തിയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ അന്ന് അവൾ പ്രസവിച്ച ഉടനെ അച്ഛനായ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. പക്ഷേ അച്ഛൻ്റെ മരണസമയത്തായിരിക്കാം അച്ഛന് ആ കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവുക. അത് തിരുത്താനായിരിക്കാം അച്ഛൻ അവിടെ പോയി അലീനയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. ഇതൊന്നും നമ്മളറിയാതെ, അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ ശിവേട്ടാ, എന്തൊക്കെയാണ് നമ്മൾ ആ കുട്ടിയോട് കാട്ടിക്കൂട്ടിയിരുന്നത്. ഏട്ടാ, ഞാനാണ് എല്ലാത്തിനും സൂത്രധാരൻ. ആ കുട്ടിയെ അവിടെ നിന്ന് വലിച്ചഴിച്ച് പുറത്തിട്ടതും അയ്യോ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ലല്ലോ ഏട്ടാ, ഇത്രയൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിയെന്നുള്ളത്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് രാജീവനോട്, അത് എടാ നമുക്കറിയില്ലായിരുന്നല്ലോ അവള് നമ്മുടെ വൈജയന്തിയുടെ മോളാണെന്ന്. ഏതോ ഒരു വീട്ടുവേലക്കാരി നമ്മുടെ വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിക്കുന്നു, അവൾ അവിടെ നിന്ന് ഇറക്കി വിടണം, അത്രമാത്രമല്ലേ നമ്മൾ ചിന്തിച്ചിരുന്നുള്ളൂ. ഇവർ രണ്ടാളും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കേട്ട ഷോക്കിൽ തന്നെയായിരുന്നു കമല. കമലയ്ക്കൊന്നും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത രീതിയിൽ കമല ഒന്നും മിണ്ടാതെ നിന്നു. രാജീവൻ ഉടൻ തന്നെ ഒരു കാർ എടുത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. അലീനയെ കാണണം, അതുമാത്രമായിരുന്നു രാജീവൻ്റെ മനസ്സിൽ. രാജീവൻ വൈജയന്തിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാറ് നിർത്തി. അകത്തേക്ക് കയറി. കോളിംഗ് ബെൽ അടിച്ചു. അലീന തന്നെയായിരുന്നു ഡോർ തുറന്നത്. അലീനയെ കണ്ടപാടെ രാജീവൻ കണ്ണുകൾ നിറഞ്ഞു. അലീനയോടായി പറഞ്ഞു, മോളെ, നീ എന്നോട് മാപ്പ് തരണം. എനിക്കൊന്നും അറിയില്ലായിരുന്നു നീ ആരാണെന്ന്, ഞാൻ നിനക്ക് ആരാണെന്ന്. രാജീവനെ കണ്ട ഞെട്ടലിൽ തന്നെയായിരുന്നു അലീന. എങ്കിലും രാജീവൻ്റെ വായിൽ നിന്നും ഇതും കൂടിയും കേട്ടപ്പോൾ അലീനയ്ക്ക് ഞെട്ടൽ കൂടുതലായി. വീണ്ടും രാജീവൻ തുടർന്നു, മോളെ, നീ എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് നിന്നോട് ചെയ്തിരുന്നത്. എന്നോട് പൊറുക്കണം. അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ അലീന പറഞ്ഞു, അത് പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം ശരിയാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുള്ളൂ. അത് ഞാൻ കാരണമാണ് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം തകരുന്നതെന്ന് കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കാൻ തന്നെയല്ലേ നിങ്ങൾ ശ്രമിക്കുള്ളൂ. അതിലെനിക്ക് പരാതിയില്ല. സാർ എന്നോട് ഇനി ക്ഷമയൊന്നും ചോദിക്കണ്ട. അലീന ഇത്രയും പറഞ്ഞപ്പോഴേക്കും രാജീവ് അവളുടെ കയ്യിൽ പിടിച്ചു. സാറല്ല, അങ്കിള് തന്നെയാണ് നിനക്കിനി ഞാൻ. അലീനയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ കൈ കൂപ്പിക്കൊണ്ട് രാജീവൻ അലീനയോടായി പറയുന്നുണ്ട്, മോളെ അലീനെ, നീ ഇത്രയൊക്കെ ക്ഷമിച്ചില്ലേ, നീ ഇത്രയൊക്കെ സഹിച്ചില്ലേ, ഇനി നിനക്ക് കൂട്ടായിട്ട് ഞങ്ങളും ഉണ്ടാവും, ബാലചന്ദ്രൻ മാത്രമല്ല. പക്ഷേ നീ ഒരു വാക്ക് ഈ അങ്കിളിന് തരണം. ഒരിക്കലും നമ്മുടെ വൈജയന്തി, നിൻ്റെ അമ്മ, നീ ആരാണെന്ന സത്യം അറിയരുത്. അവളുടെ അഭിമാനത്തിന് വ്രണം സംഭവിച്ചു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവൾ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞുവെന്ന് അവൾ മനസ്സിലാക്കിയാൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. നമുക്കെല്ലാവർക്കും അവളെ നഷ്ടപ്പെടും. അതിന് നീ ഇടവെക്കരുത് മോളെ. നിനക്കൊരു കാര്യം അറിയോ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഉപേക്ഷിക്കാൻ അവളെ ഞങ്ങൾ പ്രേരിപ്പിച്ചത്. കാരണം അവൾ പറഞ്ഞതാണ്, നീ അവളുടെ വയറ്റിൽ കുരുത്തു എന്നറിഞ്ഞ നിമിഷം മുതൽ അവൾക്ക് ഇനി ഒരു വിവാഹമോ ഒരു വിവാഹ ജീവിതമോ വേണ്ട, നിന്നെയും നോക്കി അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാന്ന്.
ഞങ്ങളാണ് അതിന് സമ്മതിക്കാതിരുന്നത്. നീ അവളെ ശപിക്കരുത്, നീ അവളെ വെറുക്കരുത്. ഇല്ല അങ്കിളെ, ഞാൻ ഒരിക്കലും അമ്മയെ വെറുത്തിട്ടില്ല, അമ്മയെ ശപിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ കാണണം, അമ്മയുടെ കൂടെ കഴിയണം, എല്ലാവരും എനിക്കുണ്ട് എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനിവിടെ വന്നത്. ആരും ഒന്നും അറിയാതെ പോയേനെ. അച്ഛൻ ഇതെല്ലാം കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ. ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല അങ്കിളെ ഇതൊന്നും. എനിക്കറിയാം ബാലചന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെയുള്ള ക്രൂരതകൾ കാണിക്കുന്നതെന്ന്. അയാളെ ഞങ്ങൾ മനഃപൂർവ്വം ചതിച്ചു എന്ന സത്യം അയാൾ മനസ്സിലാക്കിയപ്പോൾ തുടങ്ങി. ഇപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. ഞാനോ എൻ്റെ ചേട്ടന്മാരോ ഇനി മോളോട് ഒരു ശത്രുതയ്ക്കും വരില്ല. എല്ലാത്തിനും കൂടെ ഉണ്ടാവും നിൻ്റെ. വൈജയെ ഇതൊന്നും അറിയാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇല്ല അങ്കിളെ, ഞാനായിട്ട് ഇനി ഒന്നും പറയില്ല. അല്ലെങ്കിലും അമ്മ എന്നെ എങ്ങനെ ആട്ടിയാലും തുപ്പിയാലും എനിക്കതിലൊരു പരാതിയുമില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും, അച്ഛൻ ഇറങ്ങി പോവാൻ പറയുന്ന സമയം വരെ. ഇല്ല മോളെ, ഇനി നിന്നെ ആട്ടിയിറക്കാൻ ഇവിടെ നിന്നും ആരും വരില്ല. നിൻ്റെ ബാലചന്ദ്രൻ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഉണ്ടാവും നിന്നെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് രാജീവൻ അവളോട് യാത്ര പറഞ്ഞു ഇറങ്ങി. തിരിച്ച് വീട്ടിലെത്തിയ ശിവനോടും കമലയോടും പറഞ്ഞു, നിങ്ങളും അവളെ നല്ല രീതിക്ക് സ്നേഹിക്കണം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി നമ്മളാരും അവളെ ഉപദ്രവിക്കാൻ ചെല്ലില്ലെന്ന്. അവൾ ആ സമാധാനത്തിൽ അവിടെ ഇരുന്നോട്ടെ. വൈജയ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് വൈജയ ഒന്ന് വാശി താന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇനിയുള്ളൂ. എന്തായാലും എല്ലാം അറിഞ്ഞിരുന്നിട്ടും വൈജയോടൊപ്പം തന്നെ ഉണ്ടല്ലോ ബാലചന്ദ്രൻ. അവളെ അവിടെ നിന്ന് ഇറക്കി വിടാനോ വേറെ പ്രശ്നങ്ങൾക്ക് ബാലചന്ദ്രൻ നിന്നിട്ടില്ല. വൈജ പ്രസവിച്ച മകളെ തൻ്റെ മകളായിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ കാണുന്നതും. ഇനി ആരും ആ യുദ്ധത്തിന് പോകണ്ട ചേട്ടാ. പക്ഷേ വൈജയെ അറിയാതെ എല്ലാവരും ശ്രമിക്കണം. വൈജ ഇതെല്ലാം അറിഞ്ഞാൽ എന്തായിരിക്കും പിന്നീടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എല്ലാവരോടുമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞവസാനിപ്പിച്ച് രാജീവൻ തൻ്റെ ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഇനി ഒരിക്കലും ഇതിനായിട്ടൊരു യുദ്ധത്തിന് രാജീവനോ ശിവനോ മുതിരില്ലെന്ന് ഉറപ്പുമുണ്ട്. എന്നാൽ വൈജയന്തി ഇതെല്ലാം അറിയുന്ന സത്യങ്ങൾ വരുന്നുണ്ട്. എന്തെല്ലാം ഇനി സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.